സിനിമാ പ്രൊമോഷൻ വർക്കുകൾക്ക് പങ്കെടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബിജു മേനോനെതിരെ അനൂപ് കണ്ണൻ എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ ഇപ്പൊ കേസ് കൊടുത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ വാർത്താ ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും ഒരുപാട് ചർച്ചയാക്കപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. ഈ പറയുന്ന ഒരു പെർട്ടിക്കുലർ കേസ്, അതായത് ഈ പറയുന്ന സിനിമാ പ്രൊമോഷനുകൾക്ക് പങ്കെടുത്തില്ല, അതുകൊണ്ട് ഈ പറയുന്ന പ്രൊഡ്യൂസർക്ക് കിട്ടേണ്ട 25 ലക്ഷം രൂപ കിട്ടാതെ പോയി എന്നുള്ള രീതിയിലാണ് ബിജു മേനോനെതിരെ കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സിന്റെ അസോസിയേഷനിൽ പറയുന്നൊരു കാര്യം, ഈ പറയുന്ന ബിജു മേനോൻ ഇതിനു മുമ്പും ഒരുപാട് സിനിമകളുടെ പ്രൊമോഷൻ വർക്കുകൾക്ക് പങ്കെടുക്കാതെ പോയിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ആക്ടർ, ഒരു പെർട്ടിക്കുലർ ആക്ടർ ഒരു സിനിമ സൈൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു എഗ്രിമെന്റിൽ കൃത്യമായിട്ടുണ്ടാവും ഈ ഒരു സിനിമയിൽ അഭിനയിക്കുക മാത്രമല്ല ഈ ഒരു സിനിമയുടെ പ്രൊമോഷൻ വർക്കുകൾ കൂടി പങ്കെടുത്തോളാമെന്ന്. അപ്പോൾ കൃത്യമായിട്ട് ആ ഒരു ആക്ടർ ആ ഒരു പ്രൊമോഷൻ വർക്കിൽ പങ്കെടുക്കേണ്ടതാണ്. കാരണം ഒരു സിനിമ വിജയിക്കാനായിട്ട് ഏറ്റവും അധികം ജനങ്ങൾ ഈ ഒരു സിനിമ, ഇങ്ങനെ ഒരു പടം ഇറങ്ങുന്നുണ്ട്, ഇത്രാം തീയതിയാണ് ആ ഒരു പടം ഇറങ്ങുന്നത്, അതുകൊണ്ട് ആ ഒരു പടം പോയി കാണണം എന്നുള്ള രീതിയിൽ ജനങ്ങളുടെ മനസ്സിൽ ഇതൊന്ന് കയറണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രൊമോഷൻ വർക്കുകൾ എന്തുകൊണ്ടും വേണം. ഈ ഒരു കാലഘട്ടത്ത് പ്രൊമോഷൻ വർക്കുകൾ ഇല്ലാതെ ഒരു ഒരു സിനിമയെന്നല്ല ഒരു സംരംഭവും വിജയിക്കാത്തൊരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് തന്നെ എഗ്രിമെന്റിൽ കൃത്യമായിട്ട് സൈൻ ചെയ്തിട്ട് ഈ ഒരു പ്രൊമോഷൻ വർക്കിന് പോവാത്തത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്തൊക്കെയാണെങ്കിലും ബിജു മേനോനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സും ഈ പറയുന്ന ആ സിനിമയുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും ഒരുപാട് എഫേർട്ട് ഇട്ടാണ് ഒരു സിനിമ ഉണ്ടാക്കുന്നത്. ആ ഒരു സമയത്ത് ആ ഒരു സിനിമ വിജയിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ താല്പര്യപ്പെട്ട് നിൽക്കേണ്ടതും ആ ഒരു സിനിമയിൽ ഒരു കഥാപാത്രം അവതരിപ്പിച്ചിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ ആക്ടർ തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്